ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 60 വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് 37,380 കിലോമീറ്റർ നല്ലൊരു വണ്ടി ഓടിയിട്ടുണ്ട്. ജനറൽ സർവീസ് എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ് ഫുൾ ചെക്കപ്പ്, ഹാൻഡിലിൻ്റെ ബെയറിംഗ് ചെക്കപ്പ്, അത് കോൺസെപ്റ്റ് ലൂസ് ഉണ്ട്, അപ്പോൾ അത് ചെക്ക് ചെയ്യുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്. ഇൻഡിക്കേറ്ററിന് സൗണ്ട്, അത് ബസർ വയ്ക്കുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. ഫുഡ് ട്രസ്റ്റ്, ലേഡീസ് ഫുഡ് ട്രസ്റ്റ് ഇടിച്ച് ബെൻഡായിട്ടുണ്ട്, അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് പറഞ്ഞിടണം. അതേപോലെ തന്നെ ബാക്കും ഫ്രണ്ടും ബ്രേക്ക് ചെക്ക് ചെയ്യണം. സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, എഞ്ചിൻ്റെ വാണിംഗ് ലാമ്പ് തെളിഞ്ഞെടുക്കുന്നുണ്ട്, ഓയിൽ മാറ്റണം. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി. എൻ്റെ ബ്രേക്ക് ക്ലിയർ അല്ല, ബ്രേക്ക് ഒരു ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്ക് കിട്ടണേ. പിന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് കോൺസെപ്റ്റ് കംപ്ലയിൻ്റ് ഉണ്ട്. കോൺസെപ്റ്റ് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് നല്ല അടി വരുന്നുണ്ട്, കോൺസെപ്റ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ്. പിന്നെ സ്പീഡോമീറ്ററിൻ്റെ ഉള്ളിൽ വന്ന പാർക്ക് ബൾബും തെളിയുന്നില്ല. അങ്ങനെ 1-2 കംപ്ലയിൻസുകളാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ കിട്ടിയത്. നമ്മൾ ഡീറ്റെയിലായിട്ട് ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ ഡീറ്റെയിൽ ചെക്കപ്പിനാണ് വണ്ടി കയറ്റുന്നത്. അപ്പോൾ അതും പ്രകാരം നമ്മൾ ഓൾറെഡി വണ്ടി ഇച്ചിരി ലേറ്റായിട്ടാണ് കയറിയേക്കണേ. കാരണം ഒരു വണ്ടിക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ സമയം വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത വണ്ടി കയറാനായിട്ട് ഡിലേ വരും. അങ്ങനെ വന്നിട്ട് കുറച്ച് വൈകിട്ടാണ് നമ്മൾ വണ്ടി കയറിയേക്കണേ. നമ്മുടെ വണ്ടിയുടെ ബാക്ക് ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ പുതിയ ലൈനർ കിടക്കണേ, കമ്പനി ലൈനറാണ്. അപ്പോൾ ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. നമ്മൾ ഈ ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഷാഫ്റ്റുമെയാണ്. ആ ഷാഫ്റ്റിൻ്റെ ബെയറിങ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ബെയറിങ്ങിൻ്റെ ഓൾറെഡി ബെയറിങ് കംപ്ലൈൻ്റ് ആയിട്ട് നല്ല രീതിയിൽ പ്ലേ കാണിക്കുന്നുണ്ട്. അതാണ് മെയിനായിട്ട് നമുക്ക് ആ ബ്രേക്ക് ഒരു ചതഞ്ഞ രീതിയിൽ ബ്രേക്ക് കാണിക്കാനുള്ള കാരണം. ഇതിൻ്റെ ഓൾറെഡി നമ്മളിപ്പോൾ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞു. ഞാൻ ഈ സൈഡ് ഗിയർ ഓയിൽ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് തുരുമ്പ് തന്നെയാണ് ഈ കാണുന്നത് കേട്ടോ. അതായത് ബെയറിങ് പോയി കിടന്ന് ഓടിയിട്ട് തുരുമ്പ് അതിനകത്ത് ഓയിലിൽ മിക്സായിട്ട് പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ അത് അഴിച്ച് നമുക്ക് അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ബെയറിങ്, ഈ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡ് ബെയറിങ് അടക്കം മാറ്റേണ്ടതായിട്ട് വരും. കാരണം ആ തുരുമ്പിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ബൈ ചാൻസ് ഏതെങ്കിലും രീതിയിൽ ഇവിടെ പൈപ്പ് വിട്ട് നിൽക്കുന്നുണ്ട്, അത് ഈ പൈപ്പൊക്കെയാണ് അതിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാകുക. കാരണം എന്ന് വെച്ചാൽ ഇത് ഈ ഹോളിൻ്റെ ഉള്ളിൽ കയറി നിൽക്കേണ്ട സംഭവമാണ്. അതിൻ്റെ ഉള്ളിലാണ് കറക്റ്റ് ക്യാപ്പിൽ ഇങ്ങനെ കയറി നിൽക്കണം. ഇത് ഓൾറെഡി പുറത്ത് ചാടിയാണ് നിന്നിരുന്നത്. ഇങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണെന്ന് വെച്ചാൽ വീല് കറങ്ങുമ്പോൾ കറക്റ്റ് വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്കൂടെ ഗിയർ ബോക്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ആ കംപ്ലയിൻറ്റ്സ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് അഴിച്ച് ക്ലിയർ ചെയ്ത് വിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഗിയർ വീലുകളെല്ലാം തന്നെ കംപ്ലയിൻറ്റ് വരും. വെള്ളമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ പ്രോബ്ലം അതാണ് കേട്ടോ. പിന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി, ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഹബ്ബിന് വേറെ പറയത്തൊക്കെ പ്രോബ്ലം ഇല്ല. ടയർ ഏകദേശം ഒരു 80% കഴിഞ്ഞിട്ടുണ്ട്, കുറച്ചും കൂടി ഉപയോഗിക്കാം നമുക്ക്. അപ്പോൾ നിലവിൽ നമുക്ക് ബാക്ക് ബ്രേക്ക് ലൈനർ നല്ലതാണെങ്കിലും ബാക്ക് വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റിൻ്റെ ബെയറിങ് കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് വീലിന് ഷെയ്ക്ക് കാണിക്കും. അപ്പോൾ ആ ബ്രേക്കിങ് ക്ലിയർ ആവാത്തതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. ആ വീൽ ബെയറിങ് പോകാൻ ഇപ്പോഴത്തെ ഒരു കാരണം എന്ന് വെച്ചാൽ ആ പൈപ്പ് വഴി വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് വെള്ളം ബെയറിങ്ങിനകത്ത് അതിൻ്റെ കറക്റ്റ് ബോളിൻ്റെ ഭാഗത്തൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ അങ്ങനെ കംപ്ലയിൻറ്റിലേക്ക് വന്നേക്കണം കേട്ടോ. അത് അഴിച്ച് മാറ്റേണ്ട വർക്കാണ്, താമസം വന്ന പണിയാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് കിടക്കുന്നത് കമ്പനി ഫിൽറ്റർ തന്നെയാണ്. ഒന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം. എയർ അടിക്കാൻ പറ്റില്ല, അത് ശരിക്കും തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. കാരണം അത് ഓയിൽ ഡിപ്പേഡ് മോഡൽ, ഓയിൽ സ്പ്രേ ചെയ്ത മോഡൽ ഫിൽറ്ററാണത്. അപ്പോൾ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ ഫുഡ് ട്രസ്റ്റിൻ്റെ കേസ് പറഞ്ഞാൽ ഈ ഫുഡ് ട്രസ്റ്റാണ്. നമ്മളത് മാക്സിമം അത് പിടിച്ച് ലെവലാക്കാൻ നോക്കി, പക്ഷേ നടപടിയില്ല. പിന്നെ വെൽഡ് ചെയ്ത് ഇതാക്കാൻ നോക്കിയാൽ അത് ചൊവ്വാവാൻ സാധ്യത കുറവാണ്. കാരണം ഈ സൈഡ് ഒടിഞ്ഞു പോകും. കാരണം ഇവിടെ തന്നെ ഓൾറെഡി ബല കുറവാണ്. നമ്മളിപ്പോൾ പിടിച്ചപ്പോൾ തന്നെ ചെറിയൊരു തിരിവ് ഈ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നോലെ ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഇത് മാറ്റിക്കളയാം. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 650-700 അങ്ങാണ്ടാണ് അതിൻ്റെ റേറ്റ് വരിക. 650-700 എന്താണ് റേറ്റ് വരിക. അപ്പോൾ ഇത് ഇത്ര അടിച്ച് ബെൻഡാകുമ്പോൾ സ്വാഭാവികമായിട്ട് ചേസിൻ്റെ ഇത് പിടിപ്പിച്ചാണ് ഭാഗത്ത് ചേസിൻ്റെ അവിടെയും ചെറിയൊരു ബെൻഡ് ഉണ്ടാവും. അതും കൂടി ലെവൽ ചെയ്തിട്ട് വേണം പുതിയത് പിടിപ്പിക്കാനായിട്ട് കേട്ടോ. പിന്നെ ക്ലച്ച് സൈഡ് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഓൾറെഡി ക്ലച്ച് ഗ്രീസിങ് നമുക്ക് ജനറൽ സർവീസിലുള്ളതാണ്, അതിന് വേണ്ടിയിട്ട് അഴിച്ചതാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് ഈ സൈഡ് ബെയറിങ് കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓയിൽ സീൽ പോയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും നമുക്ക് അഴിച്ച് മാറ്റിയിടാം. ഇവിടെയും ഓയിൽ സീലിന് ചെറിയൊരു നനവ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 ഓയിൽ സീലുകൾ കൈയോടെ നമുക്ക് ചേഞ്ച് ചെയ്ത് തരാം. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തു. നിലവിൽ നോർമൽ തേമാനൊക്കെ ഉള്ളൂ. ക്ലച്ച് യൂണിറ്റും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ചിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ ബെൽറ്റ് നമ്മൾ നോക്കി, കമ്പനി ബെൽറ്റ് കിടക്കണം, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും നിലവിലില്ല. എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്, ഓയിൽ ചേഞ്ചിൻ്റെ ടൈമാണ്. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ചെറിയ ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട്. ആ കവർ ഗ്യാസ്കറ്റ് ലീക്ക് ആയിക്കണതാണ്. അത് കൈയോടെ അഴിച്ചാൽ ഗ്യാസ്കറ്റ് മൗണ്ട് റബ്ബർ മാറ്റി കഴിഞ്ഞാൽ അത് ഓക്കെ ആയിക്കോളും. ഈ എഞ്ചിൻ ഓയിലിൻ്റെ കേസൊക്കെ എന്ന് പറയുമ്പോൾ ആ കൂടി നമുക്ക് 600 മില്ലി ഓയിലാണ് എഞ്ചിനിലുള്ളൂ. അപ്പോൾ അതിനകത്ത് ഒരു ഡ്രോപ്പ് പോലും നഷ്ടപ്പെടാണ്ട് നോക്കണത്. അപ്പോൾ ഇത് നമുക്ക് കവറിങ്ങിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഇത് ഉള്ളിൽ ലീക്കായി പോണത് നമ്മളറിയില്ല, താഴേക്ക് ചാടുമ്പോൾ അറിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ അഴിക്കുമ്പോൾ കാണുമ്പോൾ കൈയോടെ അത് ക്ലിയർ ചെയ്ത് വിടാം, അതാണ് നല്ലത്. പിന്നെ ആക്സിലേറ്റർ കേബിൾ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, പ്ലേ ഒരല്പം കുറവുണ്ട്. പിന്നെ നമുക്ക് വണ്ടി ഇടയ്ക്ക് ഈ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം കാണിക്കുന്നുണ്ട്. വാണിംഗ് ലാമ്പ് തെളിയുന്ന ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതും പ്രകാരം നമ്മളൊന്ന് ആ കംപ്ലയിൻറ്റ് ഒന്ന് ഡയഗ്നോസ് ചെയ്യാനായിട്ട് നോക്കിയാണ്. അപ്പോൾ ഇതിനകത്തൊരു ഫാൾട്ട് കോഡ് ജനറേറ്റ് ആയിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് അതിൻ്റെ ഒരു
ക്രാങ്ക് പൊസിഷൻ സെൻസർ എന്ന് പറഞ്ഞിട്ട് യൂണിറ്റ് സെൻസർ കംപ്ലൈൻ്റ് ആണ് ഇവിടെ കാണിക്കണേ. അതിട്ട് സർക്യൂട്ട് കംപ്ലൈൻറ്റാണ് കാണിക്കണേ. ഇപ്പം നമുക്കത് സോൾവ് ചെയ്തിടാനായിട്ട് പറ്റും. പക്ഷേ റിപ്പീറ്റ് കംപ്ലൈൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വരുന്നത് നമുക്ക് ഇപ്പുറത്തെ സൈഡാണ്, ഈ മാഗ്നറ്റിൻ്റെ സൈഡിലാണ് നമുക്ക് ആ കോയിൽ അസംബ്ലി കാര്യങ്ങളൊക്കെ വരാം. അത് നമുക്കതൊരു യൂണിറ്റ് മാത്രമായിട്ട് കിട്ടാറില്ല സാധാരണ. റിപ്പീറ്റ് ഞാനിപ്പോൾ തൽക്കാലം അതിനുള്ള കോൺടാക്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ടൊന്ന് റീസെറ്റ് ആക്കാം. പിന്നീട് കംപ്ലൈൻറ്റ് കാണിക്കുകയാണെങ്കിൽ കൊണ്ടുവന്ന് വയ്ക്കാം. നമുക്കത് അഴിച്ച് ക്ലീൻ ചെയ്ത് കിട്ടും നോക്കാം. 14,000 മുകളിൽ വില വന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ ആ സർഫേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്നും കൂടി കറക്റ്റായിട്ടൊന്ന് റീസെറ്റ് ആക്കി നോക്കാം. ഇത് സെൻസറിങ്ങിൻ്റെ കറക്റ്റ് സെൻസിങ് നടക്കാണ്ട് വരുമ്പോഴാണ് ആ പ്രോബ്ലം വരാം. തൽക്കാലത്തേക്ക് ചെയ്യാൻ പറ്റുന്ന പണി ഞാൻ ഇപ്പോൾ ചെയ്തിട്ടേക്കാം. റിപ്പീറ്റ് കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നോക്കിയിട്ട് പറയാം. ബാറ്ററി നമുക്ക് ഇതിലേക്ക് 2024 ബാറ്ററിയാണ് കേട്ടോ. പ്ലഗ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ എയർ ഫിൽറ്റർ പ്ലഗും കൂടി ഒരുമിച്ചാൽ മാറ്റേണ്ടത്. അപ്പോൾ അടുത്ത പ്രാവശ്യം പ്ലഗ് മാറ്റുമ്പോൾ കൂട്ടത്തിക്കടെ അടുത്ത പ്രാവശ്യം എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിക്കടെ പ്ലഗും കൂടി നമ്മൾ ചേഞ്ച് ചെയ്ത് തരണം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കൊക്കെ കഴിച്ച് നമ്മളൊന്ന് അഴിച്ച് ബ്രേക്ക് ഡേസൊക്കെ റെഡി ആക്കിയായിരുന്നതാണ്. ഫ്രണ്ടിൽ കിടക്കുന്നത് കമ്പനി ലൈനറൊന്നുമല്ല, നമ്മളന്ന് തന്നെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടാകും. തൽക്കാലം അത് കിടന്നിട്ട് കുഴപ്പമില്ല, നമുക്ക് ഫ്രണ്ടിലായതുകൊണ്ട് വലിയ പ്രോബ്ലം ഇല്ല. പിന്നെ നമ്മൾ ഈ സൈഡ് അഴിച്ചാണെന്ന് വെച്ചാൽ മീറ്ററിൻ്റെ ഉള്ളിൽ ഒരു ബൾബ് പോയിട്ടുണ്ട് സ്പാർക്കിൻ്റെ. അപ്പോൾ അത് നമ്മളൊന്ന് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ബസർ പിടിപ്പിക്കുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. ബസറിനകത്ത് ഉണ്ട് നിലയിൽ, പക്ഷെ അത് വർക്കിംഗ് അല്ല. അപ്പോൾ അതൊന്ന് റെഡി ആക്കണം. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള കേസ്. അപ്പോൾ നമുക്ക് ജനറൽ സർവീസിന് പുറമെ ഗിയർ ബോക്സൊക്കെ അഴിക്കേണ്ടതായിട്ടുണ്ട്. താമസം വരും. നമുക്കിപ്പോൾ ജനറൽ സർവീസിന് കയറ്റുമ്പോഴാണ് ഇങ്ങനെ ഇതേപോലെ കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അറിയാനായിട്ട് പറ്റുള്ളൂ. ഓൾറെഡി നമുക്ക് ജനറൽ സർവീസ് വർക്ക് മാത്രമേ ഉള്ളതുണ്ടെങ്കിൽ ഏകദേശം 2 മണിക്കൂർ കൊണ്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അഡീഷണലായിട്ട് വരുന്ന വർക്കുകൾ വരുമ്പോഴാണ് നമുക്ക് സമയം ഡിലേ പോകുന്നതിൻ്റെ മെയിൻ റീസൺ കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ വീഡിയോ അയച്ചു തരാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യാം. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ.